ഇന്ത്യൻ ഷെയർ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കിയാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കുറെ ആഴ്ചകളായിട്ട് നിഫ്റ്റി 50 ഒരു അപ്പർ റേഞ്ചിൽ തട്ടി നിൽക്കുന്നത് പോലെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 23,700 ക്രോസ് ചെയ്തതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള മുന്നേറ്റത്തിന്റെ മൊമെന്റം കിട്ടുന്നേയില്ല. തുടർച്ചയായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് കാരണം വീണ്ടും ഇൻഡെക്സ് താഴേക്ക് പോവാണ്. പക്ഷെ പലപ്പോഴും പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോകുന്നുണ്ട്. അതേസമയത്ത് കണ്ണുമടച്ച് മൊമെന്റത്തിനെ ഫോളോ ചെയ്യുന്നത് വലിയ ലോൺസിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ ഒരു മെയിൻ ഇൻഡെക്സ് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ അതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരുപിടി സ്റ്റോക്കുകളുണ്ട്. മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് കാണിച്ച് പലതും മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. മാത്രമല്ല നല്ല ഫിനാൻഷ്യൽ പെർഫോമൻസും ക്ലിയർ ആയിട്ടുള്ള ടെക്നിക്കൽ സിഗ്നൽസും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ മാർക്കറ്റ് മൊത്തത്തിലായിട്ട് റാലി ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയ്ക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറീസും സപ്പോർട്ടും റീസണും ഒക്കെ ഉണ്ട് എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലെ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള 5 ബുള്ളിഷ് സ്റ്റോക്സ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വെറുതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത സ്റ്റോക്സ് അല്ല, ശക്തമായിട്ടുള്ള ബിസിനസ്സും ഒരു മുന്നേറ്റത്തിന് റെഡിയായിട്ട് നിൽക്കുന്ന ടെക്നിക്കൽ ചാർട്ട്സും ഉള്ള ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ്. തീർച്ചയായിട്ടും ഇതെന്റെ വ്യൂ ആണ്, ഒരു ട്രേഡിംഗ് റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിലെ ഒരു ഭീമനാണ് ICICI ബാങ്ക്. മാർക്കറ്റ് ഒരു ഡയറക്ഷന് വേണ്ടി തിരിയുമ്പോൾ ലീഡർഷിപ്പ് പലപ്പോഴും ഹൈ ക്വാളിറ്റി ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ നിന്നാണ് വരുന്നത്. അതിന് ICICI ബാങ്ക് ഒരു മികച്ച എക്സാമ്പിൾ ആണ്. ഇത് വേറൊരു ബാങ്ക് എന്ന് മാത്രമല്ല, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന കൺസിസ്റ്റന്റ് റിട്ടേൺസിന് പേര് കേട്ട ഒരു ടോപ്പ് ബാങ്ക് തന്നെയാണ്. ഫണ്ടമെന്റലി നോക്കിയാൽ ബാങ്ക് വളരെ സ്ട്രോങ് ആണ്. 2026 മാർച്ചിൽ അവസാനിച്ച Q4 റീസെന്റ് റിസൾട്ട്സ് അതിന്റെ സ്ട്രെങ്ത് എടുത്തു കാണിക്കുന്നു. ബാങ്കിന്റെ പാറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.5% കൂടുകയുണ്ടായി. 13,702 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ അതിന്റെ ഒരു കൺസോളിഡേറ്റഡ് പാറ്റ് 6.2% വർദ്ധിച്ച് 54,208 കോടിയിൽ. അതിലും വളരെ പ്രധാനമായിട്ട് അതിന്റെ അസറ്റ് ക്വാളിറ്റി വളരെ മെച്ചപ്പെട്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്. നെറ്റ് NPA റേഷ്യോ നല്ല ഹെൽത്തി ആയിട്ടുള്ള 0.33%ലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. കൂടാതെ ലോങ് ഗ്രോത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 16% സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഗ്രോവിംഗ് എക്കണോമിയിലെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ബാങ്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ്. തീർച്ചയായിട്ടും ഇതൊരു തവണത്തെ മാത്രം മികച്ച ക്വാർട്ടർ അല്ല, നല്ലൊരു കൺസിസ്റ്റൻസിയുടെ ഒരു മാതൃകയാണ്. പലർക്കും ഇതൊരു കോർ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്നതും തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ ചാർട്ട് അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയും അതിന്റെ കീ മൂവിംഗ് ആവറേജസിന് പ്രത്യേകിച്ച് 50-day മൂവിംഗ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷറിനേക്കാൾ ബൈയിങ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ കാണുന്ന ഒരു സൈനാണ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു കൺസോളിഡേഷനിൽ നിന്നുള്ള ഒരു പോസിബിൾ ബ്രേക്ക്ഔട്ട് ആണ്. ഇവിടുത്തെ ട്രിഗർ റീസെന്റ് ഹൈക്ക് മുകളിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള മൂവ് ആയിരിക്കണം. അതൊരു നല്ല ട്രേഡിംഗ് വോളിയത്തോടെ ആണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ബയേഴ്സ് വീണ്ടും കൺട്രോളിലാണ് എന്ന് നമുക്ക് കൂടുതൽ ഉറപ്പ് തരുന്നുണ്ട്. പ്രൈസ് ഇനിയും മുകളിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് ലഭിക്കുകയാണ്. ഒരു പോസിബിൾ ട്രേഡിന് വേണ്ടി എൻട്രി ഒരു ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് ഏരിയയ്ക്ക് അടുത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒന്ന് താഴേക്ക് വരണം. അപ്പൊ ആ ഒരു പുൾ ബാക്കിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോക്ക് അതിന്റെ റീസെന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ലെവലിലേക്ക് തിരിച്ച് ചെറിയ ഡിപ്പ് വരുമ്പോൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് ഞാൻ ഈ ഒരു പുൾ ബാക്കിന്റെ കാര്യം പറഞ്ഞത്. പുതിയൊരു സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും അത് കൺഫേം ചെയ്യും. ഈ ഒരു എൻട്രിക്ക് മുകളിൽ 3.5% ഒരു റീസണബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ ആ ഒരു പുതിയ സപ്പോർട്ട് ലെവലിന് തൊട്ട് താഴെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടീവ് ആയിരിക്കും. കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. തിടുക്കം കാട്ടരുത്. പ്രൈസും വോളിയും നിങ്ങളോട് ഈ ഒരു ട്രേഡ് ഓണാണ് എന്ന് പറയട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടറിൽ തന്നെ തുടരുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ പിക്ക് ആക്സിസ് ബാങ്ക് ആണ്. ഒരു സെക്ടറിലെ മെയിൻ ലീഡർ മുന്നോട്ട് പോയതിനു ശേഷം മണി അതിലെ അതേ സെക്ടറിലെ മറ്റു ക്വാളിറ്റി സ്റ്റോക്കുകളിലേക്ക് പതുക്കെ ഒഴുകാൻ തുടങ്ങും. ആക്സിസ് ബാങ്ക് അത്തരം ഒരു റൊട്ടേഷന് ഒരു പ്രൈം കാൻഡിഡേറ്റ് ആണ്. ഫണ്ടമെന്റലി ആക്സിസ് ബാങ്കിന്റെ ഒരു പെർഫോമൻസ് വളരെ മികച്ചതാണ്. 2026 മാർച്ചിൽ അവസാനിച്ച Q4 ബാങ്കിന്റെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാറ്റമില്ലാതെ ഏതാണ്ട് 7,071 കോടിയിൽ എത്തി നിൽക്കുകയാണ്. ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഒരു വൺ ടൈം ഒരു പ്രൊവിഷൻ മാറ്റി വെച്ചതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കിയാൽ കോർ ഓപ്പറേഷൻസ് വളരെ ഹെൽത്തി ആയിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5% കൂടിയിട്ടുണ്ട്. ലോൺ ഗ്രോത്ത് ഏകദേശം 19% സ്ട്രോങ് ആയിരുന്നു. അസറ്റ് ക്വാളിറ്റിയും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഈ നമ്പറുകൾ കാണിക്കുന്നത് ബേസിക് ബിസിനസ് വളരുകയാണെന്നും എക്കണോമിയിലെ ക്രെഡിറ്റ് ഡിമാൻഡിൽ നിന്ന് ബെനിഫിറ്റ് നേടാൻ നല്ല പൊസിഷനിലാണ് കമ്പനി എന്നുമാണ്.
അപ്പോ ആക്സിസ് ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ പിക്ചർ ഒരു പോസിബിൾ റിവേഴ്സൽ വരുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഒരു കറക്ഷനിലൂടെ കടന്നുപോയി ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് ലെവലിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിന്റെ സയൻസ് ആണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കീ സിഗ്നൽ 20 ഡേയും 50 ഡേയും മൂവിംഗ് ആവറേജസിന് മുകളിലുള്ള ഒരു ഡിസിസീവ് മൂവ് ആണ്. ഒരു നല്ല വോളിയത്തോടെ ആ ഒരു ലെവൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രോങ് ബുള്ളിഷ് സിഗ്നൽ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. റീസെന്റ് ആയിട്ടുള്ള സെല്ലിംഗ് തീർന്നെന്നും സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഫുൾ പവറിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ക്ലാസിക് ഫുൾ ബാക്ക് ടു സപ്പോർട്ട് സെറ്റപ്പ് ആണ്. സ്റ്റോക്ക് അതിന്റെ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നും മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ടെന്നും കൺഫേം ചെയ്ത ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരുപക്ഷെ 2 സ്ട്രോങ് ഗ്രീൻ കാൻഡിൽസോടെ അതിന്റെ പഴയ ഹൈ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ടാർഗറ്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും 4 to 5% മൂവ് നമുക്ക് തരാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കാണിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഇപ്പോഴത്തെ ആ ഒരു സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. സ്റ്റോക്ക് അതിന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ഐഡിയ തൽക്കാലം നമുക്ക് ഇൻവാലിഡ് ആകും. അടുത്തായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്ന് മാറി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്ക് നമുക്ക് കണ്ടെത്താം. അതിനിടയിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഇന്ത്യൻ കൺസപ്ഷൻ സ്റ്റോറി ഫോളോ ചെയ്യുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ ഈ പേര് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. വെസ്റ്റ് സൈഡ്, സ്റ്റുഡിയോ പോലെയുള്ള ബ്രാൻഡുകളുമായിട്ട് ട്രെൻഡ് ഒരു പ്രീമിയം ഗ്രോത്തിന്റെ ക്ലാസിക് സ്റ്റോറിയാണ്. അതിന്റെ ചാർട്ട് കാര്യമായിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ട്രെൻഡിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാരണം വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സിൽ നിന്ന് കൂടുതൽ പ്രീമിയം പ്രൊഡക്ട്സ് വാങ്ങുന്ന ട്രെൻഡ്, Q4 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റീസെന്റ് ഏർണിംഗ്സ് ഇവയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. കൺസോളിഡേറ്റഡ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19% വർദ്ധിച്ച് ഏകദേശം 5028 കോടി രൂപയാണ്. ഈ ക്വാർട്ടറിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ വർഷത്തേക്കാൾ 33% കൂടിയത്. തീർച്ചയായിട്ടും ഇത് വളരെ യാദൃശികമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. മികച്ച എക്സിക്യൂഷനും അഗ്രസീവുമായിട്ടുള്ള ന്യൂ സ്റ്റോർ ഓപ്പണിംഗ്സ്, എക്സിസ്റ്റിംഗ് സ്റ്റോഴ്സിലെ ഒരു വലിയ വളർച്ച, ഇവിടെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോറി വളരെ സിമ്പിൾ ആണ്. അർബൻ ഇന്ത്യയുടെ വരുമാനം കൂടുമ്പോൾ ട്രെൻഡിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ടെക്നിക്കലി ട്രെൻഡ് അതിന്റെ അടുത്ത മൂവിന് വേണ്ടിയിട്ടുള്ള എനർജി ബിൽഡ് ചെയ്യുന്ന ഒരു മൊമെന്റം സ്റ്റോക്കിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഒരു വലിയ റാലിക്ക് ശേഷം സ്റ്റോക്ക് ഒരു ടൈറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഇത് വീക്ക്നെസ് അല്ല, ഇത് സ്ട്രെങ്തിന്റെ ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രൈസ് കംപ്രഷൻ പലപ്പോഴും ഒരു എക്സ്പ്ലോസീവ് മൂവിലേക്ക് നയിക്കാറുണ്ട്. അടുത്ത ആഴ്ചയിലെ ട്രിഗർ ഈ ഒരു ടൈറ്റ് റേഞ്ചിൽ നിന്നുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആണ്. ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ ഒരു ക്ലോസ് സാധാരണയായിട്ട് ഒരു ഹൈ വോളിയത്തോടെ കിട്ടിയാൽ അതൊരു വളരെ വലിയ ഗ്രീൻ സിഗ്നൽ തന്നെയായിരിക്കും. ട്രേഡ് സെറ്റപ്പിന് വേണ്ടി സ്റ്റോക്ക് അതിന്റെ റേഞ്ചിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. ഇങ്ങനത്തെ ഒരു മൊമെന്റത്തിൽ ഒരു ടാർഗറ്റ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു ഇനീഷ്യൽ ഒരു ടാർഗറ്റ് എന്ന നിലയിൽ ഒരു 5 to 7% മൂവ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. കൺസോൾട്ടേഷൻ റേഞ്ചിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പൊ ഈ ഒരു ട്രേഡ് മൊമെന്റത്തിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബെസ്റ്റ് ട്രേഡ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. നമ്മുടെ 4ാമത്തെ പിക്ക് ശ്രീറാം ഫിനാൻസ്. ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് നമ്മൾ ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ ഒരു വ്യത്യാസത്തോടെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC എന്ന നിലയിൽ റീറ്റെയിൽ ക്രെഡിറ്റിൽ പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ പാസഞ്ചർ വാഹനങ്ങളുടെ ഫിനാൻസിംഗിൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുകയാണ്. NBFCകൾക്ക് ക്രെഡിറ്റ് മാർക്കറ്റിലെ മാറ്റങ്ങളോട് പലപ്പോഴും വേഗത്തിൽ റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇത് ശ്രീറാം ഫിനാൻസ് ഒരു ഷോർട്ട് ടേം ട്രെൻഡിലുള്ള മികച്ച ഓപ്ഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ ഫണ്ടമെന്റലി ശ്രീറാം ഫിനാൻസ് മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഫിനാൻഷ്യൽ 26ന്റെ 4ാം പാദത്തിൽ കമ്പനി വളരെ ഗംഭീരമായിട്ടുള്ള നമ്പറുകളാണ് പോസ്റ്റ് ചെയ്തത്. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 41% വർദ്ധിച്ചത്. ഏകദേശം 3021 കോടി രൂപയായിട്ട് ഇത് മാറുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു മാർക്കറ്റ് ലീഡർഷിപ്പും ഒരു എഫിഷ്യൻസിക്കുള്ള ഒരു വലിയൊരു തെളിവുമാണ് ഈ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് NII 15.6% എന്ന ഹെൽത്തി റേറ്റിൽ വളർന്നു വരികയാണ്. ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM 3 ലക്ഷം കോടി കടന്നു എന്നുള്ളതാണ്. ഇത് അതിന്റെ സ്കെയിലും ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്തും കാണിക്കുകയാണ്. ഒരു പ്രധാന മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസിനെ വരുന്ന ആഴ്ചയിലേക്ക് ശരിക്കും അട്രാക്റ്റീവ് ആക്കുന്നത് ഒരു സ്ട്രോങ് ഏർണിംഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും. ചാർട്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസിന്റെ ആദ്യ ലക്ഷണങ്ങൾ പതുക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ക്ലാസിക് പുൾ ബാക്ക് ആൻഡ് റിവേഴ്സൽ സെറ്റപ്പാണ്. ഇവിടെ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈം ഡിപ്പിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് നിലയുറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ട്രിഗർ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ്. ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഹാമർ പോലെ ബൈയിങ് വോളിയത്തിലെ വർധനയോടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കൺഫർമേഷൻ ശേഷം നല്ലൊരു എൻട്രി എടുക്കുന്നത് ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു പുൾ ബാക്ക് അവസാനിച്ചു എന്ന ഒരു സൂചനയ്ക്ക് ശേഷമാണ് നമ്മുടെ എൻട്രി. റീസെന്റ് ഹൈയിലേക്ക് തിരികെയുള്ള ഒരു മൂവ് നടത്തുന്നത് ഒരു ലോജിക്കൽ ടാർഗറ്റ് തന്നെയായിരിക്കും. ഏതാണ്ട് ഒരു 4 to 6% വരെ അപ്സൈഡ് മൊമെന്റം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം.
സ്റ്റോക്കിന് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് ഇൻവാലിഡ് ആകുമ്പോൾ നമുക്ക് വലിയ ലോസ് വരാതെ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് സഹായിക്കും. നല്ലൊരു റിസ്ക് റിവാർഡ് ഓപ്പർച്യൂണിറ്റി കമ്പനിയിൽ ലഭിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റ് പൂർത്തിയാക്കാൻ അവസാനത്തെ പിക്ക് ഹെൽത്ത് സെക്ടറിൽ നിന്നാണ്. അപ്പോളോ ഹോസ്പിറ്റൽസ് ഒരു വോളറ്റൈൽ മാർക്കറ്റിൽ ഹെൽത്ത് കെയർ പോലെയുള്ള ഡിഫൻസീവ് ടീമുകൾക്ക് എപ്പോഴും ഒരു സേഫ് ഹെവനായിട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ അപ്പോളോ ഒരു ഡിഫൻസീവ് സ്റ്റോക്ക് മാത്രമല്ല, ഇതൊരു കൺസിസ്റ്റന്റ് ബിസിനസ്സും ഒരു ക്ലീൻ ചാർട്ടും ഉള്ള ഒരു ക്വാളിറ്റി ഗ്രോത്ത് സ്റ്റോറിയാണ്. അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് വളരെ ക്ലിയർ ആണ്. ഹെൽത്ത് കെയറിലെ ഒരു ലീഡർ എന്ന നിലയിൽ മോശം എക്കണോമിയിലും കുറയാത്ത ഡിമാൻഡിൽ നിന്ന് ഇത് ബെനിഫിറ്റ് എടുക്കുകയാണ്. അതിന്റെ ഒരു Q4 ഫിനാൻഷ്യൽ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ ഏകദേശം 33 മുതൽ 36% വർധനം രേഖപ്പെടുത്തിയത്. റവന്യൂ 18% കൂടി. ഈ ഒരു ഗ്രോത്ത് ഹോസ്പിറ്റലുകൾ മുതൽ ഫാർമസി, ഡിജിറ്റൽ ഹെൽത്ത് സർവീസ് വരെയുള്ള അതിന്റെ എല്ലാ ബിസിനസ്സുകളിലും കാണാൻ കഴിഞ്ഞു. അടുത്ത കുറച്ച് വർഷത്തേക്ക് കൂടുതൽ ഹോസ്പിറ്റൽ ബെഡ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ക്ലിയർ പ്ലാൻ കൂടെ കമ്പനിക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു വളർച്ചയ്ക്ക് ഒരു ലോങ് റൺവേ ഉറപ്പിക്കുന്നു എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ടെക്നിക്കലി സ്റ്റോക്ക് വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് ഏർണിംഗ്സിന് ശേഷം ഇതൊരു സ്റ്റഡി അപ്രനിലാണ് ഇതിന്റെ ഒരു ട്രാവൽ ഉള്ളത്. ജനറൽ മാർക്കറ്റ് അസ്ഥിരമായിരിക്കുമ്പോൾ ഗെയിൻസ് നിലനിർത്തുകയും ഒരു ഹൈക്ക് അടുത്ത് ടൈറ്റ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു വലിയ റിലേറ്റീവ് സ്ട്രെങ്തിന്റെ ലക്ഷണമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ട്രിഗർ ഒരു കണ്ടിന്യൂവേഷൻ ബ്രേക്ക്ഔട്ട് ആണ്. റീസെന്റ് കൺസോൾട്ടേഷൻ ഹൈക്ക് മുകളിലായിട്ട് ഒരു മൂവ്, പ്രത്യേകിച്ച് കൂടുതൽ ട്രേഡിംഗ് വോളിയത്തോടെ സ്റ്റോക്ക് അതിന്റെ അപ്രന്റ് പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്ന സിഗ്നൽ തരും. ഒരു പോസിബിൾ ട്രേഡിന് ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. ആദ്യത്തെ ലോജിക് ടാർഗറ്റ് ഏതാണ്ട് 3 to 5% മുകളിലേക്ക് നമുക്ക് വെക്കാം. അതിന്റെ സ്ട്രോങ് മൊമെന്റം കാരണം സ്റ്റോപ്പ് ലോസ് റീസെന്റ് കൺസോൾട്ടേഷൻ സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സേഫ് സപ്പോർട്ട് അവിടെ ലഭിക്കുകയും ചെയ്യും. അപ്പോളോ ഹോസ്പിറ്റൽസ് ഡിഫൻസീവ് സേഫ്റ്റിയുടെയും ഏർണിംഗ് സ്ട്രെങ്തിനെയും ഒരുമിപ്പിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഇതൊരു ബ്രോഡ് മാർക്കറ്റ് അൺസർട്ടൺ ആയിട്ട് തുടരുകയാണെങ്കിൽ പോലും ഒരു സ്ട്രോങ് സെറ്റപ്പ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അടുത്ത ആഴ്ച റഡാറിലുള്ള 5 സ്റ്റോക്കുകൾ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ ഓരോന്നും ഫണ്ടമെന്റൽ സ്ട്രെങ്തിന്റെയും ഒരു സ്പെസിഫിക് ടെക്നിക്കൽ ട്രിഗറിന്റെയും യുണീക്ക് ആയിട്ടുള്ള മിക്സ് നമുക്ക് നൽകുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ കൂടാതെ ഞാൻ ശ്രദ്ധിക്കാതെ പോയ അൺബിലീവബിൾ സ്ട്രെങ്ത് കാണിക്കുന്ന മറ്റ് കമ്പനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. ഓരോന്നും വായിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ കൊടുക്കണേ. ക്ലിയർ ആയിട്ടുള്ള ഒരു ലെസണോട് കൂടി നമുക്ക് നിർത്താം. ഇപ്പോഴത്തെ മാർക്കറ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള ബുൾ റാലിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സെലക്റ്റീവ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നിഫ്റ്റി ഒരുപക്ഷെ സൈഡ് വേസ് ആയിട്ട് തുറന്നേക്കാം. പക്ഷെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ശക്തമായിട്ടുള്ള ട്രെൻഡ് നടക്കുന്നുണ്ട്. മികച്ച ഏർണിംഗ്സ്, ക്ലിയർ ആയിട്ടുള്ള ചാർട്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഹൈ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന കമ്പനികളൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ല. മാർക്കറ്റിന് എപ്പോൾ വേണമെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മൂവുകൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് എല്ലാത്തിലും പ്രൈം ഇമ്പോർട്ടന്റ് ആണ്. അത് മറക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ചർച്ച ചെയ്ത ഓരോ ഐഡിയയ്ക്കും അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ക്ലിയർ പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്ട് ചെയ്യുക. അത്തരത്തിലുള്ള ഏതൊരു നെഗറ്റീവ് മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ ലീഡേഴ്സ് വരുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ഓട്ടോ, ക്യാപിറ്റൽ, ഗുഡ്സ് സെക്ടറിനെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അടുത്ത ആഴ്ച കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ആ ഒരു ഏരിയയിൽ ഞാനൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മിക്കവാറും സാധ്യതകൾ ലഭിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ആഴ്ചത്തെ നമ്മുടെ പ്രതീക്ഷകൾ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.